മലയാളം കണ്ട എക്കാലത്തെയും ഹിറ്റായി മാറുകയാണ് മോഹൻലാൽ നായകനായി എത്തിയ തുടരും സിനിമയിൽ ആദ്യം നായികയായി തീരുമാനിച്ചിരുന്നത് തെന്നിന്ത്യൻ താരം ജ്യോതികയായിരുന്നുവെന്ന് തരുൺമൂർത്തി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഒരു വേൾഡ് ടൂർ പ്ലാൻ ചെയ്തിരുന്നതിനാൽ തുടരുമിൽ വേഷമിടാൻ നടിക്ക് പറ്റിയിരുന്നില്ല. തുടർന്നാണ് ശോഭന നായികയായി എത്തിയത്. തുടരും കണ്ട ജ്യോതിക വിളിച്ചുവെന്നും ചിത്രത്തിന്റെ നിർമ്മാതാവ് രഞ്ജിത്തും വെളിപ്പെടുത്തി. തുടരും കണ്ട ജ്യോതിക വിളിച്ചുവെന്നും ഈ സിനിമ തനിക്ക് നഷ്ടമായല്ലോ എന്ന് ജ്യോതിക പറഞ്ഞുവെന്നും രഞ്ജിത്ത് വെളിപ്പെടുത്തി. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, ആ കഥാപാത്രത്തിലേക്ക് യോജിച്ചത് ശോഭന തന്നെയായിരുന്നു. കഥ കേട്ടപ്പോൾ തന്നെ ആ സിനിമ വിജയിക്കുമെന്ന് തന്നെ ശോഭന വിളിച്ചു പറഞ്ഞതായും രഞ്ജിത്ത് വെളിപ്പെടുത്തി. പ്രോഗ്രാം ഉണ്ടെങ്കിലും ശോഭനയുടെ ഡേറ്റുകൾ തനിക്ക് അയച്ചു തരികയും അതനുസരിച്ച് ചാർട്ട് ചെയ്യുകയുമായിരുന്നുവെന്നും രഞ്ജിത്ത് വെളിപ്പെടുത്തിയിരുന്നു. KR സുനിലിനൊപ്പം സംവിധായകൻ തരുണുമാണ് മോഹൻലാൽ നായകനായ തുടരുമിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഷൺമുഖൻ എന്ന കഥാപാത്രമായാണ് ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നത്. ഒരു ടാക്സി ഡ്രൈവറുടെ കഥാപാത്രമായാണ് മോഹൻലാൽ എത്തുന്നത്. ലളിത എന്ന വീട്ടമ്മയായ നായിക കഥാപാത്രമായി ശോഭനയും എത്തുന്നു. ഫർഹാൻ ഫാസിൽ, മണിയൻപിള്ള രാജു, ബിനു പപ്പു, ഇർഷാദ് അലി, ആർഷ കൃഷ്ണപ്രഭ, പ്രകാശ് വർമ്മ, അരവിന്ദ് എന്നിവരും ചിത്രത്തിൽ വേഷമിടുന്നുണ്ട്. തുടരുമിന് മറ്റൊരു പേര് കൂടി ആലോചിച്ചിരുന്നുവെന്നും തരുൺമൂർത്തി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. വിന്റേജ് എന്നായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്ന പേര്. എന്നാൽ സിനിമയുമായി ചേർന്ന് നിൽക്കുന്ന പേരായിരുന്നു തുടരും. എന്തു പ്രശ്നങ്ങൾ സംഭവിച്ചാലും ഒരാളുടെ ജീവിതം തുടരും എന്ന ഫോർമാറ്റിലാണ് തുടരുമെന്ന പേര് നൽകിയതെന്നും തരുൺമൂർത്തി വ്യക്തമാക്കി. മോഹൻലാലിനും ഈ പേര് തന്നെയാണ് ഇഷ്ടമായതെന്നും തരുൺമൂർത്തി പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.